വർഷം 1969. ഗുജറാത്തിൽ ഒരു 24-കാരൻ സൈക്കിളിൽ ഓരോ വീടുകളിലും കയറിയിറങ്ങി. അയാൾ മഞ്ഞ നിറമുള്ള ഒരു ഡിറ്റർജന്റ് പൗഡർ വിറ്റു. ഈ സാധനം പിന്നീട് നിർമ്മ എന്ന പേരിൽ ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡായി മാറി. പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? എന്തിനാണ് നിർമ്മയുടെ കച്ചവടം ഒറ്റയടിക്ക് ഇടിഞ്ഞത്? ഒടുവിൽ ഈ ബ്രാൻഡ് എങ്ങനെയാണ് തകർന്നത്? ഇതിന്റെയൊക്കെ തുടക്കം 55 വർഷം മുൻപാണ്. ഗുജറാത്തിൽ താമസിച്ചിരുന്ന കർസൻഭായ് പട്ടേൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു കെമിസ്റ്റായി ജോലി ചെയ്തിരുന്നെങ്കിലും ആ വരുമാനം കുടുംബം പുലർത്താൻ മതിയായിരുന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടി വരുമാനമുണ്ടാക്കാൻ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. കെമിസ്ട്രിയിൽ ബിരുദമുള്ളതുകൊണ്ടും ജോലി കാരണം രാസവസ്തുക്കളെക്കുറിച്ച് നല്ല അറിവുള്ളതുകൊണ്ടും അദ്ദേഹം വീട്ടിൽ തന്നെ സോഡ ആഷും മറ്റു ചില കെമിക്കലുകളും ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ തുടങ്ങി. പലതവണ തോട്ടെങ്കിലും അവസാനം കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു ഡിറ്റർജന്റ് പൗഡർ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മരിച്ചുപോയ തന്റെ 1 വയസ്സുകാരിയായ മകൾ നിരുപമയുടെ ഓർമ്മയ്ക്ക് ആ ഉൽപ്പന്നത്തിന് നിർമ്മ എന്നു പേരിട്ടു. സാധാരണ പ്ലാസ്റ്റിക് കവറുകളിലാക്കി പിറ്റേ ദിവസം മുതൽ സൈക്കിളിൽ വീടുകൾ തോറും കയറിയിറങ്ങി കച്ചവടം തുടങ്ങി. ആ സമയത്ത് സാധാരണക്കാർ തുണി അലക്കിയിരുന്നത് മഞ്ഞ നിറത്തിലുള്ള സോപ്പ് ഉപയോഗിച്ചാണ്. ഇതിന് വില കുറവായിരുന്നെങ്കിലും വലിയ കറകളൊന്നും പോകില്ലായിരുന്നു. അതേസമയം കാശുള്ളവർ HLLന്റെ സർഫ് പോലുള്ള ഡിറ്റർജന്റ് പൗഡറുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിന് വില കൂടുതലായിരുന്നു. 1 കിലോയ്ക്ക് 13 രൂപ. അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഇത് വാങ്ങാൻ പറ്റില്ലായിരുന്നു. ഇതൊരവസരമായി കണ്ട കർസൻഭായി നിർമ്മ 1 കിലോയ്ക്ക് വെറും 3 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ഒരു ലോണ്ടറി സൂപ്പിന്റെ വിലയ്ക്ക് ആളുകൾക്ക് ഒരു ഡിറ്റർജന്റ് പൗഡർ കിട്ടുന്നത്. ഇത് കാരണം കുറഞ്ഞ സമയം കൊണ്ട് നിർമ്മ ഹിറ്റായി. കർസൻഭായി ഒരു ദിവസം 200 കിലോ ഡിറ്റർജന്റ് വിൽക്കാൻ തുടങ്ങി. ആവശ്യക്കാർ കൂടിയപ്പോൾ കർസൻഭായ് അഹമ്മദാബാദിനടുത്ത് സർസ്പൂരിൽ ഒരു ചെറിയ ഷെഡ് വാടകയ്ക്കെടുത്ത് ഉൽപ്പാദനം തുടങ്ങി. പാക്കേജിംഗ് മെച്ചപ്പെടുത്തി അതിൽ നിർമ്മ ഗേളിന്റെ ചിത്രം ചേർത്തു. പിന്നീടത് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ബ്രാൻഡ് മാസ്കോട്ടുകളിൽ ഒന്നായി മാറി. കർസൻഭായിയുടെ അടുത്ത ലക്ഷ്യം വിതരണം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. ഒരു പുതിയ ബ്രാൻഡായതുകൊണ്ട് പല കടക്കാരും നിർമ്മ വയ്ക്കാൻ മടിച്ചു. ഇതു മറികടക്കാൻ കർസൻഭായി ഒരു കിടിലൻ തന്ത്രം പ്രയോഗിച്ചു. കുറച്ചു സ്ത്രീകളെ ജോലിക്കെടുത്ത് അവരോട് ഓരോ കടയിലും പോയി നിർമ്മ വാങ്ങാൻ ആവശ്യപ്പെട്ടു. ഇത് കണ്ടപ്പോൾ നിർമ്മയ്ക്ക് വലിയ ഡിമാൻഡ് ഉണ്ടെന്ന് കടക്കാർക്ക് തോന്നി. അങ്ങനെ അവർ സ്വയം കർസൻഭായിയെ ബന്ധപ്പെട്ട് നിർമ്മ അവരുടെ കടകളിൽ വെക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ നിർമ്മ അഹമ്മദാബാദിലും പരിസര പ്രദേശങ്ങളിലും നമ്പർ 1 ഡിറ്റർജന്റ് പൗഡറായി മാറി. കർസൻഭായിക്ക് അറിയാമായിരുന്നു, സർഫിനെ പോലുള്ള ബ്രാൻഡുകളെ തോൽപ്പിക്കണമെങ്കിൽ തന്റെ ഉൽപ്പന്നത്തിന് ഒരൊറ്റ മേന്മയേ ഉള്ളൂ, അത് നിർമ്മയുടെ കുറഞ്ഞ വിലയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വില കൂട്ടാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. വികസന ഘട്ടത്തിലും നിർമ്മയുടെ ഫോർമുല തുടക്കത്തിലെ പോലെ ലളിതമായി നിലനിർത്തി. സർഫിന്റെ നിർമ്മാണത്തിൽ വില കൂടിയ യന്ത്രങ്ങളും വൈദ്യുതിയും ഉപയോഗിച്ചപ്പോൾ നിർമ്മയുടെ ഉൽപ്പാദനം പൂർണ്ണമായും തൊഴിലാളികളെ കൊണ്ട് നേരിട്ട് ചെയ്യിപ്പിച്ചു. ഇതൊരു ചെലവ് കുറഞ്ഞ രീതിയായിരുന്നു. കൂടാതെ വൈദ്യുതിയില്ലാതെ പ്രവർത്തിച്ചതുകൊണ്ട് സർക്കാർ പദ്ധതികൾ അനുസരിച്ച് 15% എക്സൈസ് ഡ്യൂട്ടിയിലും ഇളവ് കിട്ടി. ഇതൊക്കെ കാരണം നിർമ്മയുടെ വില എല്ലായ്പ്പോഴും നിയന്ത്രിക്കാൻ സാധിച്ചു. 1975 ആയപ്പോഴേക്കും നിർമ്മ ഗുജറാത്ത് മുഴുവൻ വികസിച്ചു. നിർമ്മയുടെ വിജയത്തിന്റെ പിന്നിലെ മറ്റൊരു പ്രധാന കാരണം അവരുടെ പരസ്യങ്ങളായിരുന്നു. 80കളിൽ റേഡിയോയിൽ അവരൊരു പരസ്യം ചെയ്തിരുന്നു. വാഷിംഗ് പൗഡർ നിർമ്മ, വാഷിംഗ് പൗഡർ നിർമ്മ, ഹേമ, രേഖ, ജയ ഔർ സബ് കി പസന്ദ് നിർമ്മ. ഈ പരസ്യം ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് കയറിപ്പറ്റി. കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ വെളുപ്പ് എന്ന വാഗ്ദാനം ഉപഭോക്താക്കളെ ആകർഷിച്ചു. 1982-ൽ ഇതേ പരസ്യം ടെലിവിഷനിലും വന്നപ്പോൾ ഡാൻസ് ചെയ്യുന്ന നിർമ്മ ഗേൾ വലിയ ഹിറ്റായി. അങ്ങനെ 1985 ആയപ്പോഴേക്കും 60% മാർക്കറ്റ് ഷെയറുമായി നിർമ്മ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിറ്റർജന്റ് ബ്രാൻഡായി മാറി. സൈഡ് വരുമാനം തുടങ്ങാനുണ്ടാക്കിയ ഒരു ബിസിനസ് കർസൻഭായിയെ ഇന്ത്യയുടെ ഡിറ്റർജന്റ് കിങ് ആക്കി മാറ്റി. പക്ഷേ ആ വിജയം അധികകാലം നീണ്ടുനിന്നില്ല. കാരണം മാർക്കറ്റിലെ പഴയ കളിക്കാരൻ ശക്തമായി തിരിച്ചുവരാൻ തയ്യാറെടുക്കുകയായിരുന്നു. തുടക്കത്തിൽ സാധാരണക്കാരെ മാത്രം ലക്ഷ്യമിട്ട നിർമ്മയിലേക്ക് പിന്നീട് കാശുള്ള ഉപഭോക്താക്കളും മാറാൻ തുടങ്ങി. കാരണം സർഫിനേക്കാൾ നിർമ്മയ്ക്ക് എന്തു മെച്ചമാണ് ഉള്ളതെന്ന് അവർക്ക് മനസ്സിലായില്ല. 1986-ൽ നിർമ്മ ഒരു ഡിറ്റർജന്റ് ബാർ ഇറക്കി. HLLന്റെ റിൻ ബാറിന് വലിയ വെല്ലുവിളി ഉയർത്തി. ഇതോടെ റിൻ ഉപയോഗിച്ചിരുന്ന പല ഉപഭോക്താക്കളും നിർമ്മയിലേക്ക് മാറി. അങ്ങനെ നിർമ്മ തങ്ങളുടെ ബിസിനസ്സിന് ഒരു വലിയ ഭീഷണിയാണെന്ന് HLLന് മനസ്സിലായി. അതുകൊണ്ട് അവർ രഹസ്യമായി സ്റ്റിംഗ് എന്നൊരു പദ്ധതി തുടങ്ങി. നിർമ്മയോട് മത്സരിക്കാൻ HLLനും കുറഞ്ഞ വിലയ്ക്ക് ഡിറ്റർജന്റ് പൗഡർ വിൽക്കേണ്ടി വരുമെന്ന് അവർ മനസ്സിലാക്കി. പക്ഷേ സർഫിന്റെ വില നിർമ്മയുടെ വിലയ്ക്ക് വിറ്റാൽ നഷ്ടമാകും.
അതുകൊണ്ട് അവർ സ്വന്തമായി ഒരു പുതിയ കുറഞ്ഞ വിലയിലുള്ള ഡിറ്റർജന്റ് പൗഡർ ഇറക്കാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് അവരൊരു മാർക്കറ്റ് റിസർച്ച് നടത്തി നിർമ്മയുടെ കുറവുകൾ മനസ്സിലാക്കി. നിർമ്മ ഉപയോഗിച്ച് അലക്കുമ്പോൾ തുണികളിൽ ഒരു വ്യവസായശാലയുടെ മണമുണ്ടായിരുന്നു. അത് വെള്ളത്തിൽ പൂർണ്ണമായി അലിഞ്ഞിരുന്നില്ല. കൂടാതെ ഇത് കൈകൾക്ക് ദോഷകരമായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് HLL തങ്ങളുടെ പുതിയ ഡിറ്റർജന്റ് പൗഡറിൽ നല്ല സുഗന്ധം ചേർത്തു. കൈകൾക്ക് ദോഷകരമല്ലാത്ത രീതിയിലുണ്ടാക്കി. വെള്ളത്തിൽ പൂർണ്ണമായി അലിയുമെന്ന് ഉറപ്പുവരുത്തി. കൂടാതെ ഇതിന്റെ നിർമ്മാണ ചെലവ് കുറയ്ക്കാൻ ഗുജറാത്തിലെ ഉപ്പ് ഖനികൾക്കടുത്തായി ഒരു പുതിയ ഫാക്ടറി തുടങ്ങി. ഈ കാരണങ്ങളാൽ HLLന് നിർമ്മയുടെ അതേ വിലയിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഗുണമേന്മയുള്ള ഒരു ഡിറ്റർജന്റ് ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെയാണ് വീൽ ഡിറ്റർജന്റ് പൗഡർ വിപണിയിലെത്തുന്നത്. നിർമ്മയെ നേരിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് വീലിന്റെ പരസ്യങ്ങളിൽ അവർ ഇങ്ങനെ പറഞ്ഞു: "എനിക്ക് വേണ്ടത് വൃത്തിയാണ്, പക്ഷേ നീ എൻ്റെ കൈകൾക്ക് വേദന തന്നു." ഈ സന്ദേശം നിർമ്മ ഉപഭോക്താക്കൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവർ വീലിലേക്ക് മാറാൻ തുടങ്ങി. 1990 ആയപ്പോഴേക്കും വീൽ നിർമ്മയ്ക്ക് ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഡിറ്റർജന്റ് ബ്രാൻഡായി മാറി. ഇതേസമയം HLL സർഫിനു വേണ്ടിയും പുതിയ പരസ്യങ്ങൾ ഇറക്കി. ഇതിൽ ലളിതാജി എന്ന കഥാപാത്രത്തെ അവർ അവതരിപ്പിച്ചു. വില കുറഞ്ഞ ഉൽപ്പന്നം വാങ്ങുന്നതും നല്ല ഉൽപ്പന്നം വാങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അവർ പറഞ്ഞു. പരസ്യത്തിൽ നിർമ്മയുടെ മഞ്ഞ പൗഡറും സർഫിന്റെ നീല പൗഡറും തമ്മിൽ താരതമ്യം ചെയ്ത് 1/2 കിലോ സർഫ് 1 കിലോ വില കുറഞ്ഞ പൗഡറിന് തുല്യമാണ് എന്ന് പറഞ്ഞു. ഈ തന്ത്രങ്ങൾ HLLനെ സഹായിച്ചു. അവരുടെ മാർക്കറ്റ് ഷെയർ 11% നിന്ന് 24% ഉയർന്നു. നിർമ്മയുടെ മാർക്കറ്റ് ഷെയർ 60% നിന്ന് 50% കുറഞ്ഞു. പക്ഷേ നിർമ്മയുടെ കഷ്ടകാലം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേസമയം UPയിലെ തെരുവുകളിൽ നിന്ന് ഒരു പുതിയ മത്സരാർത്ഥി ഉയർന്നുവരുന്നുണ്ടായിരുന്നു. അത് നിർമ്മയെ പൂർണ്ണമായും തകർക്കാൻ പോകുന്ന ഒന്നായിരുന്നു. ആ മത്സരാർത്ഥിയായിരുന്നു ഘടി ഡിറ്റർജന്റ് പൗഡർ. 1980കളിൽ ഡിറ്റർജന്റ് മാർക്കറ്റിന്റെ വളർച്ച കണ്ടുകൊണ്ട് കാൺപൂരിലെ സഹോദരന്മാരായ മുരളീധറും വിമൽകുമാറും സ്വന്തമായി ഒരു ഡിറ്റർജന്റ് പൗഡർ ഇറക്കി. അവർക്ക് മനസ്സിലായി, കുറഞ്ഞ വിലയുടെ വിഭാഗത്തിൽ നിർമ്മയും വീലും ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നുണ്ട്. ഇവർക്ക് കുറഞ്ഞ വിലയുടെ പൗഡർ മാത്രം പോരാ, കുറഞ്ഞ വിലയിൽ നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നം വേണം. ഇത് മനസ്സിലാക്കി അവർ ഘടി ഡിറ്റർജന്റ് പൗഡർ ഇറക്കി. ഇതിന്റെ ഗുണമേന്മ നിർമ്മയേക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു. വില നിർമ്മയേക്കാൾ 10% കൂടുതലായിരുന്നു. ഇത് കാരണം ഉപഭോക്താക്കൾ ഘടിയെ നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നമായി കണ്ടു. കൂടാതെ ഈ 10% അധിക വരുമാനം ഉപയോഗിച്ച് ഘടി തങ്ങളുടെ കടക്കാർക്ക് കൂടുതൽ കമ്മീഷൻ നൽകി. ഇത് കാരണം കടക്കാർ ആദ്യം ഘടിയാണ് ശുപാർശ ചെയ്യാൻ തുടങ്ങിയത്. അവസാനമായി ഘടി അവരുടെ പരസ്യങ്ങളിൽ ഒരു ജിംഗിൾ ഉപയോഗിച്ചു. അത് ഉപഭോക്താക്കളെ കാന്തം പോലെ ആകർഷിച്ചു. ആ ജിംഗിളായിരുന്നു "പെഹ്ലെ ഇസ്തമാൽ കരേം ഫിർ വിശ്വാസ് കരേം." ആദ്യം ഉപയോഗിക്കുക, പിന്നെ വിശ്വസിക്കുക. ഈ തന്ത്രങ്ങൾ കാരണം ഘടി പിന്നീട് ഇന്ത്യയിലെ നമ്പർ 1 ഡിറ്റർജന്റ് ബ്രാൻഡായി മാറി. ഈ പരാജയ കഥ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2023-ൽ ഞാൻ തുടങ്ങിയ ബിസിനസ്സിൽ എനിക്ക് നഷ്ടപ്പെട്ട 18 ലക്ഷം രൂപയെക്കുറിച്ചാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വെൽത്ത് സ്കൂൾ പ്രേക്ഷകർ എന്ന നിലയിൽ ഒന്നുകിൽ ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നവരോ ആണെന്ന് എനിക്കറിയാം. യൂട്യൂബ് വീഡിയോകളിൽ കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല ബിസിനസ്. അതിൽ ഒരുപാട് തെറ്റുകളും വീഴ്ചകളും സംഭവിക്കാം. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നിങ്ങൾക്കും ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ ബിസിനസ് തന്നെ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിലേക്കോ നിങ്ങളെ എത്തിച്ചിരിക്കാം. എൻ്റെ ജീവിതത്തിൽ 18 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയ ആ തെറ്റുകളിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ ഒരുപാട് വലുതാണ്. ഈ അറിവുകൾ നിങ്ങൾക്കും ലഭിച്ചാൽ നിങ്ങളുടെ 1.5 വർഷവും കുറഞ്ഞത് 18 ലക്ഷം രൂപയും എനിക്ക് ലാഭിക്കാൻ സാധിക്കും. ഈ പാഠങ്ങൾ വെൽത്ത് സ്കൂൾ പ്രേക്ഷകർക്കായി അടുത്ത 3 ദിവസത്തേക്ക് വെറും 999 രൂപയ്ക്ക് നമ്മൾ നൽകുന്നു. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഇത് സ്വന്തമാക്കൂ. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ആദ്യ വീഡിയോയിൽ പർച്ചേസ് നൗ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ഉടൻ കോഴ്സിലേക്ക് പ്രവേശിക്കാം. മറുവശത്ത് 1990കളിൽ നിർമ്മയ്ക്ക് തുടർച്ചയായി മാർക്കറ്റ് ഷെയർ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. നിലനിൽക്കാൻ അവർക്ക് വലിയ മാറ്റങ്ങൾ വേണ്ടിയിരുന്നു. സോഡ ആഷിന്റെ അളവ് കുറയ്ക്കാനും സുഗന്ധത്തിന്റെയും ആക്റ്റീവ് ഡിറ്റർജന്റിന്റെയും അളവ് കൂട്ടാനും അവർക്ക് കഴിയണം. ഇതേസമയം നിർമ്മ ഒരു മാർക്കറ്റ് സർവേയും നടത്തി. അതിൽ നിന്ന് മനസ്സിലായത് നിർമ്മ ഉപയോഗിക്കുന്നതിൽ പല ഉപഭോക്താക്കൾക്കും നാണക്കേട് തോന്നിയിരുന്നു എന്നാണ്. അതായത് നിർമ്മ ഒരു നിലവാരം കുറഞ്ഞ ബ്രാൻഡായി മാറിയിരുന്നു. അവർക്കൊരു വലിയ മാറ്റം ആവശ്യമായിരുന്നു. പഴഞ്ചെന്ന പാക്കേജിംഗ് മാറ്റണം, പുതിയ പരസ്യങ്ങൾ ഇറക്കണം, കൂടാതെ തങ്ങളുടെ ഉൽപ്പന്നം കുറഞ്ഞ വിലയുള്ള ഡിറ്റർജന്റിന് പകരം പണം മുടക്കുന്നതിന് മൂല്യം തരുന്ന ഒരു ഉൽപ്പന്നമായി സ്ഥാപിക്കാനും ശ്രമിക്കണം. പക്ഷേ നിർമ്മ ഇതൊന്നും ചെയ്തില്ല. തങ്ങളുടെ പ്രധാന ഉൽപ്പന്നത്തിൽ ശ്രദ്ധിക്കുന്നതിന് പകരം സർഫിനെ തോൽപ്പിക്കാൻ അവർ പ്രീമിയം ഡിറ്റർജന്റ് മാർക്കറ്റിൽ കടന്നുകൂടി. ഇത് അവരുടെ അവസ്ഥ കൂടുതൽ വഷളാക്കി. 1990കളുടെ മധ്യത്തിൽ അവർ നിർമ്മ ബ്ലൂ എന്നൊരു പൗഡർ ഇറക്കി. പക്ഷേ അപ്പോഴേക്കും പ്രീമിയം ഡിറ്റർജന്റ് മാർക്കറ്റിൽ സർഫ് മാത്രമല്ല ഏരിയലും പിടിമുറുക്കിക്കൊണ്ടിരുന്നു.
ഈ രണ്ട് ബ്രാൻഡുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിർമ്മ ബ്ലൂവിന് പുതുതായി ഒന്നും നൽകാനില്ലായിരുന്നു. നിർമ്മ ബ്ലൂ പരാജയപ്പെട്ടെങ്കിലും നിർമ്മ അവിടെയും നിർത്തിയില്ല. അവർ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇറക്കി. നിർമ്മ ബാത്തിങ് സോപ്പ്, നിർമ്മ ഹെയർ ഓയിൽ, നിർമ്മ ഷാംപൂ, നിർമ്മ ടൂത്ത് പേസ്റ്റ് എന്നിവ. നിർമ്മ എന്ന ബ്രാൻഡിന്റെ പ്രശസ്തി ഈ ഉൽപ്പന്നങ്ങൾക്കും ഗുണം ചെയ്യുമെന്ന് അവർ കരുതി. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. നിർമ്മയെ ഇഷ്ടപ്പെട്ടിരുന്നവർ അതിനെ ഡിറ്റർജന്റ് പൗഡറുമായി മാത്രം ബന്ധപ്പെടുത്തി കണ്ടു. 2017 ആയപ്പോഴേക്കും നിർമ്മയുടെ മാർക്കറ്റ് ഷെയർ വെറും 4% കുറഞ്ഞു. ബ്രാൻഡിനെ തിരികെ കൊണ്ടുവരാൻ അവർ നിർമ്മ അഡ്വാൻസ്ഡ് എന്നൊരു പുതിയ ഉൽപ്പന്നമിറക്കി. ഹൃതിക് റോഷനെ വെച്ച് പരസ്യം ചെയ്തു. പുതിയ കാലത്തെ കടുത്ത കറകൾക്ക് നിർമ്മ അഡ്വാൻസ്ഡ് എന്നതായിരുന്നു പരസ്യത്തിന്റെ സന്ദേശം. പക്ഷേ ഒരു ഡിറ്റർജന്റ് പരസ്യത്തിൽ ഹൃതിക് റോഷനെ കണ്ടപ്പോൾ ഉപഭോക്താക്കൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഭാഗ്യവശാൽ നിർമ്മ കൃത്യസമയത്ത് സോഡ ആഷ് നിർമ്മാണം, സിമന്റ്, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലേക്ക് തങ്ങളുടെ ബിസിനസ് വികസിപ്പിച്ചു. ഇത് കാരണം ഒരു കമ്പനി എന്ന നിലയിൽ ഇന്നും അവർ നന്നായി വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് തുടക്കം കുറിച്ച ഡിറ്റർജന്റ് ബിസിനസ് ഇന്ന് വളരെയധികം തകർന്നിരിക്കുന്നു. നിർമ്മയുടെ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. ഒരു ബിസിനസ്സിൽ ഒന്നാമതെത്തുന്നത് ഒരു വലിയ കാര്യമാണ്, പക്ഷേ ആ സ്ഥാനം നിലനിർത്തുക എന്നത് അതിലും വലിയ കാര്യമാണ്. നിങ്ങൾ എത്ര വലിയ ആളായാലും കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും. നിർമ്മയുടെ കാര്യം നോക്കൂ. കുറഞ്ഞ വില കൊണ്ട് അവർക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മാറിയപ്പോൾ അവർ മാറാൻ തയ്യാറില്ലായിരുന്നു. ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ കൂട്ടാനോ പാക്കേജിംഗ് മാറ്റാനോ പുതിയ പരസ്യതന്ത്രങ്ങൾ ഉപയോഗിക്കാനോ അവർ ശ്രമിച്ചില്ല. അതിന്റെ ഫലമായി വീലും ഘടിയുമൊക്കെ വന്നപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ ബ്രാൻഡുകൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ മൂല്യം നൽകി. ഇത് ബിസിനസ്സിൽ മാത്രമല്ല, ജീവിതത്തിലും സത്യമാണ്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ, പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ നമ്മളും പിന്നോട്ടു പോകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.